വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് നമ്മുടെ നിയുക്ത ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. അദ്ദേഹം തിരുവനന്തപുരം ജില്ലയുടെ ചാർജ് അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മഴക്കാലമാണ്, ഈ മാലിന്യം, വെള്ളക്കെട്ട് തുടങ്ങി ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, മാലിന്യ കൂമ്പാരമൊക്കെ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട വിഷയമാണ്. പ്രത്യേകിച്ച് രോഗം പടരാം, മറ്റ് അപകടങ്ങൾ ഒക്കെ. ഇപ്പം മരം വീണ് അപകടങ്ങൾ ഉണ്ടാവുക തുടങ്ങി ഒരുപാട് അപകട സാധ്യത ഉള്ള ഒരു മഴക്കാലമാണ്. മഴക്കാലം ദുരിതമാണല്ലോ. അപ്പോൾ അതിനെതിരെ ശക്തമായ തീരുമാനങ്ങളുമായി നമ്മുടെ മന്ത്രി, തിരുവനന്തപുരത്തിൻ്റെ ചാർജുള്ള മന്ത്രി ശക്തമായ നടപടികളുമായി മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഇന്നലെ കളക്ടറേറ്റിൽ കൂടിയ യോഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് ശ്രദ്ധ ഊന്നാം. ഈ വാർത്ത ഇതിൽ പങ്കെടുത്തവർ നമ്മുടെ ജില്ലാ കളക്ടർ, മന്ത്രി തുടങ്ങിയ ഉദ്യോഗസ്ഥർ യോഗത്തിൽ സംബന്ധിച്ചു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് കൃത്യസമയത്ത് തന്നെ നമ്മൾ ഇത്തരം യോഗങ്ങൾ ആരംഭിച്ചു. ഇന്ന് കൃത്യമായിട്ട് നമ്മൾ 2:30 ആരംഭിച്ചു. ആരും ലേറ്റാവരുത്. 1, ഇത് ആദ്യ യോഗമാണ്. 2, ഈ യോഗത്തിൽ ആബ്സെൻ്റ് ആവാൻ അനുവദിക്കുന്നതല്ല. ആബ്സെൻ്റ് ആവാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ റെപ്രസെൻറ്റേറ്റീവിനെ ഓതറൈസ് ചെയ്ത് അയക്കണം. ഇന്ന് ഇവിടെ ഹാജരാവാത്ത ആളുകൾ 24 മണിക്കൂറിനകത്ത് വേണ്ട, നാളെ കാലത്ത് 10 മണിക്ക് മുമ്പായി ഡിസ്ട്രിക്ട് കളക്ടറെ കണ്ട് അതിൻ്റെ കാരണം ബോധിപ്പിക്കണം. കളക്ടർ അതുവരെ മീറ്റ് ചെയ്തതിന് ശേഷം എന്നോട് വിവരം പറയണം. ഇറ്റ്സ് എ വെരി സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. പ്രത്യേകിച്ചും നമ്മൾ ഗവൺമെൻറ്റിൻ്റെ പുതിയ തുടക്കമാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ സ്വാഗതം. വളരെ സോഫ്റ്റായിട്ടാണ് മീറ്റിംഗ് നടത്തുന്നത്. പക്ഷേ വളരെ ഷാർപ്പായിട്ടുള്ള ഡിസിഷൻ എടുത്ത് നമുക്ക് പോകണം. ആബ്സെൻ്റ് ആയത് എനിക്ക് ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് നൽകി തീരെ ഇഷ്ടപ്പെട്ടില്ല. എസ്പെഷ്യലി ഞാൻ നോക്കുമ്പോൾ SC ST കാണാനില്ല, 2 ആളും ഇല്ല. വൈ? അതവർ വിശദീകരിക്കട്ടെ. ശരി, നമുക്കടുത്ത അജണ്ടയിലേക്ക് കടക്കാം. കളക്ടർ കണ്ടക്ട് ചെയ്യും മീറ്റിംഗ്. To begin with, നമുക്ക് മേജർ ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ ആൻഡ് കോർപ്പറേഷൻ ഈ 3 ഉദ്യോഗസ്ഥന്മാരിനാണ് കേൾക്കേണ്ടത്. റിഗാർഡിംഗ് ദീസ് ലോ ലൈങ് ഏരിയാസ് എന്തൊക്കെ ആക്ടിവിറ്റീസ് നിങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ആൻഡ് ഇനി വരുന്ന മഴ സമയം അവിടെ വാട്ടർ ലോഗിങ് ഒഴിവാക്കുന്നതിന് എന്താണ് പ്ലാൻ? സോ മേജർ ഇറിഗേഷന് മേജർ റോൾ ഉണ്ട്. സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് യു. മേജർ ഇറിഗേഷൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ആൻഡ് what are the plans in place to address the issue of water logging whenever it rains? And also sea erosion wala matter. Itra okay നമ്മുടെ local bodies impacted ആണ്, and നമുക്ക് 4 ലക്ഷം വെച്ചിട്ട് ഇപ്പോൾ ആസ് എ കളക്ടർ ഐ ക്യാൻ ഗിവ് ദാറ്റ്. പക്ഷേ അതിന് പുറമേ നമുക്ക് കൂടുതൽ ആവശ്യമുള്ള ഏകദേശം എത്ര ലോക്കൽ ബോഡീസ് ഉണ്ട്, അത് എസ്റ്റിമേറ്റ് കൂടി വേണ്ടി വരും സെപ്പറേറ്റ്ലി. നമ്മുടെ മേജർ ഇറിഗേഷൻ്റെ 3 മേജർ ഡ്രെയിൻസാണ് സിറ്റി കൂടെ പോകുന്നത്. പഴവങ്ങാടി തോട്, ഉള്ളൂർ തോട്, തെക്കനിക്കര കനാൽ. ഇത് മീറ്റ് ചെയ്യുന്നത് കണ്ണമ്പുലയിൽ നിന്ന് ആമ്പഴിഞ്ചാൻ തോടായിട്ട് ആക്കുളം കായലിലോട്ട് പോകുന്നതാണ്. അപ്പോൾ പഴവങ്ങാടി തോടിൽ നമ്മൾ ഓൾറെഡി ഈ ഡബ്രീസ് റിമൂവൽ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴവങ്ങാടി തോടിൽ നമ്മുടെ ഡബ്രീസ് റിമൂവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴവങ്ങാടി തോടിൽ നമ്മുടെ ഡബ്രീസ് റിമൂവൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ വെള്ളം സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യാനുള്ള ഒരു വർക്ക് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തെക്കനിക്കര കനാലിൽ ക്ലീനിങ് വർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശ്രീവരാഹം ഏരിയയിലും കുറച്ച് ക്ലീനിങ് വർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്പഴിഞ്ഞാൻ തോട്ടിൽ സൈഡ് പ്രൊട്ടക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയും ഡെൽറ്റ റിമൂവലിനുള്ള പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചീഫ് എഞ്ചിനീയർ തലത്തിൽ. പിന്നെ when it comes to അമരഞ്ചൻ തോട്, അതിൻ്റെ എന്തെങ്കിലും ക്ലീനിങ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നോ? ക്ലീനിങ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ഡീസൽറ്റേഷനും ഡബ്രീസ് റിമൂവലും ചെയ്തിട്ടുണ്ടായിരുന്നു. When was that done? എത്ര സമയം മുമ്പായിരുന്നു? ഏകദേശം 6 months ബാക്ക് ആയിരുന്നു. Okay, so അതോ ഇപ്പോൾ ഫലപ്രദമാവില്ല. Now it would have again gotten deposited the silt also and the waste deposit. അല്ല, അമരഞ്ച തോട് ആ ഭാഗത്തൊന്നും ഓവർഫ്ലോയിങ് ഒന്നും ഉണ്ടായിട്ടില്ല സാർ മാഡം. അവിടെ നിന്ന് കണ്ണമൂല മുതൽ ആക്കുളം ഭാഗത്തോട്ടാണ് അത് പോകുന്നത്. അപ്പോൾ അവിടെ ഒന്നും ഓവർഫ്ലോയിങ് ഒന്നും ഉണ്ടായില്ല. വെള്ളമൊക്കെ സ്മൂത്തായിട്ട് തന്നെ ഫ്ലോ ചെയ്തു.
Okay. വേറെ What about that 66 lakh amount of work that had been sanctioned regarding the അത് റെയിൽവേയുടെ അതുവഴി പാസ് ചെയ്തു, അത് ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്, complete ചെയ്തിട്ടുണ്ട്. So right now AS കിട്ടിയ എന്തെങ്കിലും പേർക്ക് പെൻഡിങ് ആണോ with respect to അമരഞ്ചൻ തോട്? ഇല്ല മാഡം, ഒന്നും പെൻഡിങ് ആയിട്ടൊന്നുമില്ല, നമുക്ക് കിട്ടിയ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. What are the plans now? പിന്നീട് നമുക്ക് ഇത് വെള്ളക്കെട്ട് എങ്ങനെ ഉണ്ടായിരുന്നു if all cleaning has been done properly? ഈ വെള്ളക്കെട്ട് കിഴക്കേക്കോട്ട ഭാഗത്ത് വെള്ളക്കെട്ടുണ്ടായത് അവിടെ ഈ അമ്മഴഞ്ചാൻ തോടിൻ്റെ പഴവങ്ങാടി തോടെന്ന് പറയും, അവിടെ പഴവങ്ങാടി തോടിൻ്റെ സൈഡ് വാള് പൊട്ടിച്ചിട്ട് കോർപ്പറേഷൻകാർ പൊട്ടിച്ചതായിരുന്നു. എന്നിട്ട് അവിടെ സിൽറ്റ് റിമൂവലിന് വേണ്ടി വണ്ടി ഇറക്കാൻ വേണ്ടി പൊട്ടിച്ചതായിരുന്നു. പിന്നെ അത് തിരിച്ച് അവർ കെട്ടിയില്ലായിരുന്നു. അപ്പോൾ അപ്പോഴത്തേക്കാണ് ആ വെള്ളം ആ ഫ്ലോയിൽ ഫുൾ ഹൈറ്റിൽ വെള്ളം വന്നപ്പോഴത്തേക്കും ആ സൈഡിൽ വെള്ളം മറിഞ്ഞാണ് കിഴക്കേക്കോട്ട പഴവങ്ങാടി തകരപ്പറമ്പ് ആ റോഡിലോട്ടൊക്കെ വെള്ളം കയറിയത്. പൊട്ടിച്ചിരുന്നത് സാർ. പൊട്ടിച്ചിട്ട് ആ ഇതിൽ കൂടെയാണോ കയറിയത്? അതിലൂടെ വെള്ളം മറിഞ്ഞതാണ് ഈ റോഡിലോട്ട്. എന്തായാലും ഇതൊരു മേജർ ഇഷ്യൂ ആണല്ലോ. ആ സാർ, അതെ. എത്ര സെന്റിമീറ്റർ മഴ പെയ്തു വന്നു സാർ? മഴയുടെ സെന്റിമീറ്റർ കണക്ക് കിട്ടിയില്ലായിരുന്നു. ഷോർട്ട് ഡ്യൂറേഷനിൽ ഹൈ ഇൻറ്റൻസിറ്റി റെയിൻഫോൾ ആയിരുന്നു. അതാരും നോക്കുന്നത്? So ആ റേഞ്ചിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു സർ. 64 മുതൽ 114 മില്ലിമീറ്റർ വരെ. 6 centimeter. Yes. 6 to 10. Yes. Within how many hours? No, that is for 24 hours, na? If within 24 hours. 24 hours. അല്ല, 24 hours-ലാണ് കണക്ക്. Yeah. പക്ഷേ റിയൽ റെയിൻ ഫോൾ ഉണ്ടായത് എത്ര മണിക്കൂറിലാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇത് ഈ തീവ്ര മഴ എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ടല്ലോ, അതിനെന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? അല്ല, അത് മലയാളം. So we got that red alert. No. Heavy rain. High intensity in a rainfall. short span of time. അല്ലല്ല, that's alert. സെമി ക്ലൗഡ് ബേഴ്സ്റ്റ്, അങ്ങനത്തെ മൈനർ ക്ലൗഡ് ബേഴ്സ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ എല്ലാ കാര്യവും നോക്കുമ്പോൾ ചെയ്യാൻ പറ്റില്ല. ആക്ട് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനിവിടെ യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് വളരെ പെട്ടെന്നാണ് വെള്ളം കൂടിയത്. അപ്പം ആ കൂടിയ മണിക്കൂറിൽ എത്ര സെൻറ്റിമീറ്റർ മഴ പെയ്തു? 24 മണിക്കൂറിൽ പെയ്യുന്നതല്ല. 24 മണിക്കൂറിൽ 10 സെൻറ്റിമീറ്റേഴ്സ് പണ്ടത്തെ PWDയുടെ കണക്കിൽ വലിയ മഴയാണ്, ഒരു ഡിസാസ്ട്രസ് മഴയാണ്. ഇപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ അത് 30-40 സെൻറ്റിമീറ്റർ മഴ പെയ്യുമ്പോഴാണല്ലോ ഈ മണ്ണിടിച്ചിലൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഇന്നലെ ഉണ്ടായ ഈ മിനിഞ്ഞാന്നല്ലേ ഉണ്ടായ വിഷയം ഇന്നത്തെ നമ്മുടെ യോഗ തീരുമാനം അനുസരിച്ച് റിവ്യൂ ചെയ്യണം. റിവ്യൂ ചെയ്ത് അതിൻ്റെ കൃത്യമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം. വാട്ട് ഹാപ്പൻഡ്, അതിൻ്റെ റീസൺസ്. അത് പറഞ്ഞ പോലെ ഇതൊരു റീസൺ താങ്കൾ പറഞ്ഞു. പക്ഷേ ടെക്നിക്കലായിട്ട് എന്തുകൊണ്ട് ഇത്രയും ഇറ്റ് വാസ് സോ അൺയൂഷ്വൽ, അത് സംശയമില്ലല്ലോ. ഇപ്പോൾ ഞാൻ പേട്ട ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെയും വെള്ളം പൊങ്ങി അല്ലേ? നിങ്ങൾ പോലീസെല്ലാം വളരെയധികം ബുദ്ധിമുട്ടിയല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് റൈസ് ചെയ്തത്? ഈവനിങ്ങിലല്ലേ മഴ പെയ്തത്? ആഫ്റ്റർനൂൺ ഒരു 2 മണി തൊട്ട്. ശബ്ദം കേൾക്കണില്ല. മാഡം ഇവിടെ വരും. മൈക്ക് ഉണ്ടോ? സാർ, ഒരു 3 മണിക്ക് ശേഷമാണ് മഴ പെയ്തത്. 3 മണിക്കും ഒരു 5 മണിക്കും മിഡായിട്ടാണ്. അതെ, ലൈറ്റ്നിങ്ങിൻ്റെ റെഡ് അലേർട്ട് ഉണ്ടായിരുന്നു. എല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ടാണ് വന്നത്. നമുക്കൊരു ഇൻസിഡൻറ്റ്, നമ്മുടെ ഉച്ചയ്ക്കത്തെ അലേർട്ട് എന്ന് പറയുന്നത് യെല്ലോ അലേർട്ടായിരുന്നു. നമുക്ക് 5 മണിക്ക് ശേഷമാണ് IMD ഓറഞ്ച് അലേർട്ട് ഡിക്ലെയർ ചെയ്യുന്നത്, മീൻസ് ആഫ്റ്റർ ദ റെയിൻ. അതിനുശേഷമാണ് നമുക്ക് അതിശക്തമായ മഴ ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ജില്ലയിൽ അതിശക്തമായ മഴ റിസീവായി കഴിഞ്ഞു. അത് IMD ആണ് അതിനകത്ത് ആൻസർ കോൾ ചെയ്യേണ്ടത്. അപ്പോൾ ലൈറ്റ്നിങ്ങിന് നമുക്ക് റെഡ് അലേർട്ട് ഉണ്ടായിരുന്നു. ആ അലേർട്ടിൽ തന്നെയാണ് മഴ റിസീവ് ആയത്. നമുക്ക് ഈ ഒരു 64.5 to 11.5 അകത്തുള്ള മഴ തന്നെയാണ് റിസീവ് ചെയ്തത്.
0.5 millimeter to 115.5 millimeter പ്രോബ്ലം വിത്തിൻ 24 hours ആണ്. in 24 hours. ബട്ട് 3 hours-ൽ 6 സെൻറ്റിമീറ്റർ വലിയ മഴയാണ്. വലിയ മഴയാണ്. നമുക്ക് അതിൻ്റെ കറക്റ്റ് കണക്ക് ഇപ്പോൾ എത്ര റിസീവ് ആയിട്ടുണ്ടെന്ന് ഞാൻ സ്റ്റേഷൻ റെക്കോർഡ് AWS അപ്പോൾ നമ്മുടെ നോക്കിയിട്ട് ഈ മീറ്റിങ്ങുകൾ എന്ന് പറഞ്ഞുണ്ടല്ലോ, അത് നോ നോൺസെൻസ്, മനസ്സിലായി സർ. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി പ്രൊഫഷണൽ. നമ്പർ 1. നമ്പർ 2, എല്ലാ കാര്യങ്ങളും റിവ്യൂ ചെയ്യും. ഇപ്പോൾ വെള്ളക്കെട്ടുണ്ടായി, ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് നല്ല കുട്ടികളാവാം, അങ്ങനെയൊന്നുമില്ല. എന്തുകൊണ്ട് വെള്ളം പൊങ്ങി, അത് ആക്ട് ഓഫ് ഗോഡ് ആണെങ്കിൽ ഓക്കെ, നമ്മൾ വിട്ടുപോകും, ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതല്ല, എവിടെയെല്ലാം കുഴപ്പമുണ്ടായിട്ടാണ് ചെയ്തത്, റൈറ്റ് ഫ്രം ഗിവിങ് അലേർട്ട്സ് ടു mitigating the whole problem, we will review and will fix the responsibility. I think very very clear. Okay, right. അപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് തരണം. ഈ ദിവസം, അതായത് എത്രാം തീയതി, അത് 30th of May അല്ലേ? അതാ മിനിറ്റ് എന്ന് തരാം. അപ്പോൾ പിന്നെ ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ് എന്നുള്ള നിലയിൽ മെയ് 30 ഉണ്ടായ വെള്ളക്കെട്ട്, ആ വെള്ളക്കെട്ട് ആരുടെയെങ്കിലും വീഴ്ചയാണോ, നമ്മുടെ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ഫെയിലിയർ ഉണ്ട് എന്നുള്ള നിഗമനമില്ല എന്നുള്ളത് റിവ്യൂ ചെയ്യും. അത് ചെയ്യാൻ തീരുമാനിക്കുന്നു. റിസോൾട്ട് to review the happening, the incident on 30th of May. It's a near disaster. Fortunately nobody died, right? Yes sir. Okay. അപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോടാണ് അടുത്ത ചോദ്യം. ഈ എത്ര കിലോമീറ്റർ തോടുകളുണ്ടെന്നും ഒരിക്കൽ നമ്മൾ തമ്മിലൊരു ചാറ്റ് ചെയ്തു. ആ തോടുകളിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും, അതിൽ കോർപ്പറേഷൻ, മേജർ, മൈനർ, 3 തരം തോടല്ലേ, അതിൻ്റെ കംപ്ലീറ്റ് ഒരു പ്രസൻറ്റേഷൻ, ഇത്രയും വലിയ മീറ്റിംഗ് വേണമെന്നില്ല, കളക്ടറുടെ ചേംബറിലായാൽ മതി. ടെക്നിക്കലായിട്ട് എവിടെയൊക്കെയാണ് ഇതിൻ്റെ ഡ്രെയിൻ, എവിടെയൊക്കെയാണ് ഇതിൻ്റെ ട്രിബ്യൂട്ടറീസ്, എവിടെയാണ് ഇത് പോകുന്നത്, എവിടേക്കാണ് തടസ്സം, ആരെങ്കിലും എന്തെങ്കിലും ശല്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കൃത്യമായ ഒരു പ്രസൻറ്റേഷൻ വരാൻ എത്ര ദിവസം വേണം? 3 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെ ആകുമ്പം ഒരു 10 days ടൈമെങ്കിലും. അപ്പോഴേക്കും അടുത്ത വെള്ളപ്പൊക്കം വരില്ലേ? ഇല്ല സാർ, എല്ലാ കറക്റ്റായിട്ടുള്ള ഡാറ്റ കിട്ടിയിട്ട് 1 week. നിങ്ങളുടെ എല്ലാ ഡ്രെയിനിൻ്റെ ഒക്കെ മാപ്പില്ലേ, എല്ലാ സംഗതികളും ഇല്ലേ? ആരാ, ഹൂ ഈസ് ദ ടെക്നിക്കൽ പേഴ്സൺ? So, this does not require you to take inputs from other departments. You already have the length of the streams. എന്തൊക്കെ നിങ്ങൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, what are our major drainage areas, അതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. Okay, you create your slides and corporation can create their slides regarding the drainage structure. രണ്ടാളല്ലേ ഉള്ളൂ, one is department, other is corporation. Right. Corporation പിന്നെ താങ്കൾ Corporation secretary sir. സെക്രട്ടറി ആണ്. Okay, right, good. PPT ഉണ്ടോ? അതങ്ങോട്ട് കയറി ഇരിക്കട്ടെ. Women, come forward. Corporation secretary ingottu vilikku. So, prepare it in 5. Not 10 days. 1 minute. ഇതില് corporation secretary, are you a technical person? Engineer? അല്ല. നിങ്ങളുടെ എഞ്ചിനീയർ ആരാ? നിങ്ങളുടെ ഡ്രെയിൻ മാപ്പ് ഇല്ലേ, അത് മുഴുവൻ റെഡിമെയ്ഡ് അല്ലേ? 3 days. 3 days. Corporation and yourself. Major irrigation is little sluggish in my experience. Not you. അപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ അത് ചെയ്യും. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ബ്ലെയിം ഗെയിം ചെയ്തിട്ട് കാര്യമില്ല. അവരുടെ കുഴപ്പമാണ്, ഇവരുടെ കുഴപ്പമാണ്, വണ്ടി കയറി അപ്പോൾ വേറൊരു കാള വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഹാപ്പൻ. ഇത് ഈ വെള്ളക്കെട്ട് നമ്മൾ ഗവൺമെൻറ് ഒരു സാമ്പിളായിട്ട് കാണുകയാണ്.
മനസ്സിലായി? ഇതൊരു സാമ്പിളാണ്. പ്രകൃതി നമുക്ക് തന്ന ഒരു ആലാമ്പലാണ്. അതിൽ നമ്മൾ നന്നായി റെസ്പോണ്ട് ചെയ്തില്ല. അപ്പോൾ ചിലർ പറയുന്നുണ്ട് അത് പഴയ ഗവൺമെൻറ്റാണ്, പഴയ ആൾക്കാർ പറയുന്നുണ്ട് പുതിയ ഗവൺമെൻറ്റാണ്. ഇറ്റ് ഈസ് കോൾഡ് ദ ബ്ലെയിം ഗെയിം. അതുകൊണ്ട് റോഡിൽ കൂടെ പോകുന്ന ആൾക്കൊരു കാര്യമില്ല. മനസ്സിലായോ? അതുകൊണ്ട് വിത്തിൻ 3 days ബി പ്രിപ്പയർഡ്. എവരിബഡി പുൾ അപ്പ് ദ സോക്സ്. യെസ്. So major irrigation like iduvare cheyda cleaning works okay undu, they are in place. Now do you feel that there is need of further cleaning or further desilting of your existing streams so that not to have a repeat of this situation? On 4th you can present to me the entire structure and all, that is separate, but right now as per your understanding, do we require further cleaning or desilting in these streams to avoid a repeat of this situation? മാഡം, ദ തിങ് ഈസ് ദാറ്റ് നമ്മൾ കഴിഞ്ഞ വർഷമാണ് ശരിക്കും പ്രോപ്പറായിട്ടുള്ള ക്ലീനിങ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഒരു 1 year ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആക്ച്വൽ റിയൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം കോർപ്പറേഷനായിട്ട് നമ്മൾ 4 മീറ്റിംഗ് നടത്തിയിരുന്നു. ആ മീറ്റിങ്ങിലെല്ലാം ഞങ്ങൾ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു കൺഫ്യൂഷൻ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഒരു ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ നമുക്ക് ഫണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിൽ നിന്നും ടൈറ്റായിരുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ് കളക്ടറേറ്റിൽ നിന്നും ഫണ്ടിന് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചലഞ്ചായിരുന്നു നമ്മുടെ ഭാഗത്തുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് കോർപ്പറേഷൻ മേയർ തന്നെ നമ്മൾ പ്രപ്പോസ് ചെയ്ത വർക്കുകൾ അവർ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോഴത്തെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ കംപ്ലീറ്റ് അവർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ക്ലീനിങ് പഴവങ്ങാടി ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്ത് ക്ലീൻ ചെയ്തതിൻ്റെ ആ ഭാഗത്തൂടെ വെള്ളം കയറി. നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല. അപ്പം ഫോർ ദി ടൈം ബീങ് ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തികൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മേജർ ഇറിഗേഷൻ ആ ഭാഗത്ത് ഇപ്പോൾ ചെയ്തിട്ടില്ല. ഒരു 6 monthsനകത്ത് ഒരു വർക്കും ഇപ്പോൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി വർക്ക് പ്രപ്പോസൽസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ അടുത്ത് എക്സിക്യൂഷൻ ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാം. ഡീസൽറ്റേഷൻ ശരിക്കും ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കവേർഡ് പോർഷൻസ്, ടണൽ പോർഷൻസ് പല പോർഷൻസുകളിലും നല്ല രീതിയിൽ ഡീസൽറ്റഡ് അപ്പാണ്. അതിപ്പം നമ്മുടെ ബെഡ് ലെവൽ റൈസ് ആയിട്ടുള്ള ഒരു വിഷയമുണ്ട്. പല ഭാഗങ്ങളിലും ഏകദേശം 60 centimeters ബെഡ് ലെവൽ റൈസ് ആയ പല സിറ്റുവേഷൻസും ബോട്ടിൽ നെക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അത് പലതും ടണലിൻ്റെ അടിയിലും നമ്മുടെ വഞ്ചിയൂർ കോടതിയുടെ ഓപ്പോസിറ്റ് അവിടെ ഒരു ടണൽ പോർഷൻ ഉണ്ട് 300 meters. അപ്പോൾ ഈ ടണൽ പോർഷൻസൊക്കെ കവർ ചെയ്തിട്ട് നിൽക്കുന്ന ഭാഗങ്ങൾ. അപ്പോൾ അതിനടിയിൽ പൈപ്പുകളൊക്കെ ഉണ്ട്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ആ ക്രോസ് ചെയ്ത് പോകുന്ന പൈപ്പുകൾ ഏകദേശം 50-60 centimeter സിൽറ്റഡ് അപ്പായിട്ട് അത്രയും ബ്ലോക്ക് ആവും. അപ്പോഴേക്കും പിന്നെ വാട്ടർ ലെവൽ അതിൻ്റെ മുകളിലോട്ടായിരിക്കും വരിക. അപ്പോൾ അത് 1 or 2 year അല്ല, ഒരു 5-6 വർഷം കൊണ്ട് തന്നെ ഇതിങ്ങനെ പൊങ്ങി ആ വാട്ടർ ലെവൽ ഒരുപാട് കൂടുന്നുണ്ട്. അപ്പോൾ അത് ഡീപ്പ് ക്ലീനിങ് വരുമ്പോൾ നല്ല എമൗണ്ട് ആവും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള വലിയൊരു പ്രോസസ്സാണ് അത് വേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ ബെഡ് ലെവൽ കറക്ഷൻ അത് ഫ്രം സ്റ്റാർട്ട് ടു ബോട്ടം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത് പാടായിരിക്കും. അല്ലാതെ തന്നെ നമ്മുടെ 3 months ക്ലീനിങ് ആയിട്ട് കുറേ പ്രപ്പോസൽസ് ഉണ്ട്. അപ്പോൾ അത് കോർപ്പറേഷൻ നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യുകയാണ്. കാരണം ഒരു റെപ്പറ്റീഷൻ വരാതിരിക്കാൻ വേണ്ടി കോർപ്പറേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് അതേ ഭാഗങ്ങളിൽ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞാൽ റെപ്പറ്റീഷൻ ആവും. അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ പ്രപ്പോസ് ചെയ്യാത്തത്. ഈ കോർപ്പറേഷൻ്റെ കീഴിലുള്ള കനാലുകൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൃത്യമായി ഡിമാർക്കഡ് ആണോ? അതെ, നമുക്ക് മേജർ ഇറിഗേഷൻ മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്നത് പഴവങ്ങാടി തോട്, അതായത് ബേക്കർ ജംഗ്ഷൻ മുതൽ കണ്ണമ്മൂല വരെ വരുന്നൊരു തോടുണ്ട്. പിന്നെ അടുത്ത് ഉള്ളൂർ തോട്, പിന്നെ ആമേഴഞ്ചാന്തോട്, കണ്ണമ്മൂല വരെ താഴെ, പിന്നെ തെക്കനക്കര കനാൽ, കരിമടം ബോണ്ടിൽ നിന്ന്, ഇത്രയും കാര്യങ്ങളാണ് മേജർ ഇറിഗേഷൻ ഈ ഒരു ഭാഗത്ത് സിറ്റിക്കകത്ത് കൺട്രോൾ ചെയ്യുന്നത്. അതിലോട്ട് വരുന്ന ചെറിയ തോടുകളും മറ്റ് ഡ്രെയിൻസൊക്കെയാണ് കോർപ്പറേഷനായിട്ട് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ ഞങ്ങളുടെ ഫണ്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കോർപ്പറേഷൻ തന്നെ അത് ലീഡ് ചെയ്ത് ടേക്കപ്പ് ചെയ്യുമായിരുന്നു. അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് NOC വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കോർപ്പറേഷൻ്റെ ചെറിയ തോടുകൾ, മീൻസ് തോടുകളല്ല, ഡ്രെയിൻസ് ആണ്, നമ്മുടെ നാച്ചുറലായിട്ടുള്ള റോഡ് ഡ്രെയിൻസ് ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങാണ് അവർ ടേക്കപ്പ് ചെയ്യുന്നത്. ട്രിബ്യൂട്ടറീസ് മൈനർ ഇറിഗേഷൻ ആണ്. നമ്മുടെ തോടിന്റെ മെയിൻ ട്രിബ്യൂട്ടറീസ് മൈനർ ഇറിഗേഷൻ ആയിരിക്കും. അതെ അതെ. കോർപ്പറേഷന് മെയിൻ മേജർ തോടുകളില്ല. ഇല്ല. പക്ഷേ സാർ ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ മാലിന്യ നിർമ്മാർജ്ജനം വരുമ്പോഴേക്കും അത് ഇറിഗേഷൻ പാർട്ടല്ല, അത് കോർപ്പറേഷൻ്റെ പാർട്ടാണ്. ഇറിഗേഷൻ NOC ആവശ്യമില്ല മാലിന്യം മാറ്റുന്നതിന്. അതിന് ഡീസിൽറ്റേഷൻ അങ്ങനെയുള്ള സിവിൽ വർക്ക് വരുമ്പോഴാണ് ശരിക്ക് മേജർ ഇറിഗേഷൻ അതിൽ അങ്ങാവുന്നത്. അപ്പോൾ ഈ മേജറായ തോടിൽ നിന്നും മാലിന്യം മാറ്റാൻ കോർപ്പറേഷന്
അധികാരമുണ്ട്. അധികാരമുണ്ട്. NOCയുടെ ആവശ്യമൊന്നുമില്ല. അത് ഞങ്ങളത് മേയറെടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ. അപ്പം അത് കനാലിൻ്റെ അല്ലെങ്കിൽ ആ തോടിൻ്റെ റൈറ്റ് അല്ല, അവർക്ക് ഇത് മാറ്റുന്നതിനുള്ള റൈറ്റ് വേറെയുണ്ട്. സാർ അത് മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞ കോർപ്പറേഷൻ്റെ റൈറ്റ്സ് ആണ്, അതിൽ നമ്മൾ കൈകടത്തുന്നില്ല. ഓക്കെ, ശരി. അപ്പോൾ അതാണ് മാലിന്യ നിർമ്മാർജ്ജനം എന്നുള്ളത് നമ്മുടെ മേജർ ഇറിഗേഷൻ്റെ വിഷയമല്ല. അല്ല അല്ല, അതാണ് പ്രശ്നം. യെസ്. അപ്പോൾ തോട് ഒരാളുടെയും മാലിന്യം വേറൊരാളുടെയാണ്. തീർച്ചയായിട്ടും. അതാണ് കാരണം നമുക്കത് ഇത് ഡിസ്പോസലെല്ലാം വലിയ വിഷയമാണ് സാർ. നമ്മൾ വേസ്റ്റ് കൊണ്ടുപോകുമ്പോഴേക്കും വലിയ വിഷയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കോർപ്പറേഷൻ്റെ ഹെൽപ്പോടെയാണ്, അവരുടെ ലാൻഡിലാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു സൊല്യൂഷനായിട്ട് ഈ കോർപ്പറേഷനും ഇവരും തമ്മിൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട്, അപ്പോൾ അന്നത്തെ ഇത് നേരത്തെ പറഞ്ഞ മീറ്റിംഗ് റിവ്യൂ ആണ്. ഇന്നലെ ഈ 30-ാം തീയതിയിലത്തെ റിവ്യൂ അത് ഒരു എന്താ പറയുക റിട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമുക്ക് ഈ തിരുവനന്തപുരം കോർപ്പറേഷനെയും ഡിപ്പാർട്ട്മെൻറ്റിനെയും എങ്ങനെയാണ് ഈ കനാൽ വിഷയത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ച് നിങ്ങളൊരു പ്രപ്പോസൽ തയ്യാറാക്കണം. കോർപ്പറേഷനും ഒരു പ്രപ്പോസൽ തയ്യാറാക്കണം. എനിക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണ, ഞാൻ അവിടെ താമസിക്കുന്ന ഒരാളാണെങ്കിലും കോർപ്പറേഷന് ചില വലിയ തോടുകളുണ്ടെന്നാണ്. ഞാൻ സാജുവിനോ നോസ് ബെറ്റർ, കോർപ്പറേഷനല്ല തോടുള്ളത്, ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ. വേറെ കൗൺസിലർമാരായിരുന്നു. ഹിസ് ഫാദർ വാസ് എ മേയർ ഓഫ് ട്രിവാൻഡ്രം സെവറൽ ടൈംസ്. അപ്പോൾ അതുകൊണ്ട് അത് ക്ലിയർ ആക്കണം. അപ്പോൾ എനിക്കിതിനെ ക്ലിയർ അല്ല. അപ്പോൾ ആ രീതിയിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമുക്ക് ഈ കനാൽ മെയിൻ്റനൻസ് പിന്നെ കനാൽ കവറിങ് അത് ലോങ് ടേം ആണ്. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളതും ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം എന്നുള്ള കാര്യത്തിൽ കനാൽ മാനേജ്മെൻറ്റ് ഇന്ന് മാഡം ഇതിൻ്റെ ഒരു പ്ലാൻ ചെയ്യും. ഫസ്റ്റ് ഡിസിഷൻ നമ്മൾ എടുക്കുകയാണ്. റൈറ്റ്? When you കനാൽ മാനേജ്മെൻറ്റ് എന്നാണോ പറയേണ്ടത്? Yes sir. Stream management and canal management. When you prepare your proposal also, the രണ്ട് രീതിയായി prepare ചെയ്യുക. One could be your detailed proposal in which you talk about deep cleaning. പക്ഷേ obviously the fund requirement for that would be very huge. അത് നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റാതെ സ്ഥിതി ആയിരിക്കും. സോ പ്രാക്ടിക്കലി പോസിബിൾ ഉള്ള ഒരു റൈറ്റ് വൺ ഈസ് a deep cleaning. The other could be ki these are the essential parts where we need to do some basic cleaning, because we have not done the cleaning for the last 6 months or so, and although corporation has done in place of you, corporation has done the cleaning at multiple places, yet our concern areas, we know that there are some concern areas where the deposition of silt as well as the deposition of waste etc is higher and which requires frequent cleaning. So kuch essential ulla basic minimum ulla other രണ്ട് രീതിയായിട്ട് പ്രപ്പോസൽ തയ്യാറാക്കുക. because sir the first one could be very elaborate and it might be the amount could be so huge that obviously it will not be practically possible. അതുകൊണ്ട് ഒരു basic minimum essential വാല പ്രപ്പോസൽ കൂടി റെഡി ആക്കുക. that these are the important points, concern areas which must be cleaned to have a safe monsoon time. Fine. പിന്നെ അതിൻ്റെ കൂടെ അതങ്ങ് ആ വിഷയം തീർക്കാമല്ലോ. നമ്മുടെ നഗരം എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ സിറ്റിയാണ്, കേരളത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ്. അപ്പോൾ ബജറ്റ് സ്പീച്ചും ബജറ്റും വരാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ അതിൽ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, എത്രയോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുണ്ട്, അങ്ങനെയല്ല. തിരുവനന്തപുരം നഗരത്തിൻ്റെ ആ ക്ലെൻലിനെസ്സും അതിൻ്റെ എന്താ പറയുക റൈറ്റ് അപ്പ് കീപ്പിംഗ് അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ഒരു ക്യാപിറ്റൽ പ്രോജക്റ്റ്, ക്യാപിറ്റൽ സിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇപ്പോൾ ഈ വെള്ളക്കെട്ടും സീ ഇറോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനതിൽ ചാർജുള്ള മിനിസ്റ്റർ എന്നുള്ളതായിരിക്കും, ഇവിടുത്തെ നഗരത്തിലെ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ളതായിരിക്കും. ഐ ഷാൽ ഓൾസോ സപ്പോർട്ട് യുവർ ആർഗ്യുമെൻറ്റ്. അപ്പോൾ അത് ബജറ്റ് പ്രപ്പോസൽ എന്ന രീതിയിൽ ബജറ്റ് വരികയാണല്ലോ. ഒരു ബജറ്റ് 31-ാം തീയതി ഏപ്രിൽ 1-ാം തീയതി നിലവിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒബ്ലിഗേഷനാണ് പുതിയ ബജറ്റ്. അതിനു വേണ്ടി ഒരു എത്ര ദിവസം എടുക്കാം? 1 വീക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ട്. ഓൾറെഡി വി ഹാവ് എ പ്ലാൻ.
ഒരു അടുത്ത 3 ആനുവൽ days പ്ലാനിൽ പെടുത്താവുന്ന അങ്ങനെ പ്രോജക്ട്സ് തരാം. ഹ്യൂജ് പ്ലാൻ അല്ല മാഡം പറഞ്ഞ പോലെ വലിയ ലോങ് ടേം കാര്യങ്ങളല്ല, അടുത്ത ആനുവൽ പ്ലാനിൽ പെടുത്താം. നമ്മളിങ്ങനെ പറഞ്ഞാൽ മതി, നമ്മൾ ക്യാപിറ്റൽ സിറ്റിയിലെ ഇത്തരം ഈ ഒരു ലെഗസി പ്രോബ്ലംസ് ആണത്. ഇപ്പോൾ ലെഗസി എന്ന് നല്ല വാക്കാണ്, പക്ഷേ ചീത്ത കാര്യങ്ങൾക്ക് ഒബ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് ലെഗസി വേസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ലെഗസി പ്രോബ്ലം, ഈ വെള്ളക്കെട്ട്, അത് പരിഹരിക്കുമെന്ന് ബജറ്റിൽ തന്നെ വരുന്നത് ഗവൺമെൻറ്റിനും നല്ലതായിരിക്കും അല്ലേ? അപ്പോൾ അത് കോർപ്പറേഷൻ്റെയും കൂടെ സഹായത്തോടു കൂടി നമ്മൾ അവരുടെ മിനിസ്റ്ററേയും കൂടെ ഞാൻ കാണാം, മേയറേയും കാണാം. നിങ്ങൾ ആലോചിച്ച് ഒരു ചാപ്റ്റർ തയ്യാറാക്കണം, അതിൻ്റെ ഒരു പൈസയും വയ്ക്കാം. അല്ല സാർ, ഓൾറെഡി അതൊരു എനിക്ക് ഒരു പ്രോജക്റ്റ് ഓൾറെഡി ഉണ്ട്. നമ്മുടെ 200 കോടി രൂപയുടെ ഒരു പദ്ധതി കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഒരു വലിയ എക്സർസൈസ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ബജറ്റിലുണ്ടോ? ബഡ്ജറ്റില്ല, അത് സെൻട്രൽ ഗവൺമെൻറ് അസിസ്റ്റൻസ് വെച്ചിട്ട് 200 crores കിട്ടുമെന്ന് പറഞ്ഞിട്ട് ബജറ്റിൽ ഹെഡ് ഇടൂ. ബഡ്ജറ്റിന് ബജറ്റിൽ DDMയുടെ ഫണ്ടിൽ വെച്ചിട്ട് ചെയ്യാനായിട്ടുള്ള ഓൾറെഡി നല്ലൊരു എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സാർ. സങ്കല്പങ്ങളല്ലേ ബജറ്റ് ഹെഡിൽ വർത്തമാനം വരുന്നില്ല. ഓക്കെ, നമ്മുടെ സെപ്പറേറ്റ് പ്രോജക്ട്സ് അത് ഇറിഗേഷൻ്റെ സെപ്പറേറ്റ് ആക്കി തരാം. നോ നോൺസെൻസ്. ഓക്കെ ഓക്കെ സാർ, അടുത്ത വാർഷിക പദ്ധതിയിൽ എത്ര രൂപ ഉണ്ടാവും അത് ചെയ്യാം. അതാണ് വിഷയം. ഓക്കെ ഓക്കെ, അല്ലാതെ നമ്മൾ സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ചെയ്യാം. യെസ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ Continue, sir. Parallelly, we can then, seek inputs from. ക്ലീനിങ് എന്ന് മാഡം പറഞ്ഞത് എങ്ങനെയാണ്? Yeah, sir. That deep cleaning is actually the one that they are talking about. Ki ekdesham 200 kodi which it, if we have to, properly have the entire drainage mechanism for that, what does it require? അത് നമുക്ക് 1 year ചെയ്യാം. Okay. ഈ ആനുവൽ പ്ലാനിൽ ഓക്കെ ചെയ്യാം. ഓക്കെ സാർ. സാർ, കോസ്റ്റൽ ഏരിയയിലുള്ള ജിയോ ബാഗിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വരാം. അപ്പോൾ ഡീപ്പ് ക്ലീനിങ്ങും ഒക്കെ ആനുവൽ Deep cleaning, sir, oru varsham kondavilla, sir. That Avilla. will be a longer project in terms of time also, and in terms of fund also. It will be huge, sir. That is the 200 എന്നാൽ crore എത്ര and all വർഷം that. വേണം? Regarding the project that we were talking about, the 200 crore project, which is basically the entire structure ka revamping, adu ekdesham etra varshamulla karyamundu. How much time will that take if suppose fund is available? Any timeline mindillundo? സാർ, അത് ലോങ് ടേം മെഷേഴ്സ് ആണ് മെയിൻ ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. Yeah, I know. Pakshe sir is asking ki in terms of അത് പക്ഷേ തെക്കനക്കര ലോങ് റൺ ഓൾ ആർ ഡെഡ് എന്നാണ്. അതിന് തെക്കനക്കര കനാലിൻ്റെ ഒരു റീവാമ്പിങ് നമ്മൾ 21 crores കൊടുത്തിരിക്കുന്നത് പ്രപ്പോസൽ. അത് എസ്റ്റിമേറ്റ് പ്രിപ്പയർഡ് ആണ്, പക്ഷെ അത് ടൈം ഒരു കളക്ടർ പറയുന്നത് നമുക്ക് ഒരു വർഷം കൊണ്ട് തീരില്ല എന്നാണ്. അത് ഒരു 3 years എങ്കിലും എടുക്കും ഇയേഴ്സ് ആ ഒരു പ്രോജക്റ്റ്. കാരണം ഒരുപാട് എല്ലാം തിക്ലി പോപ്പുലേറ്റഡ് ഏരിയ ആണ്, അപ്പോൾ കൺസ്ട്രക്ഷനൊക്കെ നല്ല ടൈം എടുക്കും. ശരി, നമുക്കൊരു 2.5 years തീർക്കാൻ 2 years ഇടാൻ നോക്കാം കഴിയുന്നത്ര. 2 മൺസൂണിലേക്ക് വരും. ശരി, അങ്ങനെയുള്ള ലോങ് ടേമിൽ പെടുത്താം. അപ്പോൾ ഞങ്ങളുടെ പ്രപ്പോസൽസ് എല്ലാം തയ്യാറാക്കി തരാം. അതിന് നിങ്ങൾക്ക് നാഷണൽ ലെവലിലുള്ള ഫണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അർബൻ ഡെവലപ്മെൻറ്റ് ഫണ്ട് ഉണ്ടാവും. ഇനിയിപ്പോൾ വേറെ വല്ല വിദേശ രാജ്യങ്ങളിലെ അവരുടെ വേൾഡ് ബാങ്കിൻ്റെ ചിലപ്പോൾ ഫണ്ട് ഉണ്ടാവും. അപ്പോൾ അതിനെല്ലാം നമുക്ക് ടാപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് ഈ തിരുവനന്തപുരത്തെ ഈ ചീത്ത അഭിപ്രായം മാറ്റണം. തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഈ ആനുവൽ പ്ലാനിൽ എത്ര രൂപ പെടുത്തണമെന്നുള്ളത് ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടത് പെട്ടെന്ന് ചെയ്യണം. കേട്ടെ? yeah. Yes, sir. നെക്സ്റ്റ്. We can hear from corporation, sir, because they had done the works on behalf of major irrigation also. Allade endoke works cheyidu, and Bini then also talk about what are your inputs regarding ee situation orri vakunne dinne further mara vanne karinal, what are the works that you need to do. Okay sir, നമ്മൾ 18/4 ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും മീറ്റിംഗ് വിളിച്ച് ആ മീറ്റിങ്ങിലാണ് ഇത്തരത്തിൽ ആമഴിഞ്ചാൻ തോട് നമ്മൾ ക്ലീൻ ചെയ്യാമെന്നുള്ളൊരു പ്രപ്പോസൽ നമ്മൾ വെക്കുന്നത്. ഇവർ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റെടുത്തതാണത്. അതുകൂടാതെ കോർപ്പറേഷൻ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് 1078 വർക്കുകൾ, അതായത് മൈനറായിട്ടുള്ള നമ്മുടെ ഡ്രെയിനുകൾ, വാർഡുകളിലെ ഡ്രെയിനുകളടക്കം ക്ലീൻ ചെയ്യുന്ന 1078 വർക്കുകളാണ് നമ്മൾ ഏറ്റെടുത്തിരുന്നത്. അതിൻ്റെ ഭാഗമായി 1 കോടി 1 ലക്ഷം രൂപ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് വേരിയസ് വാർഡുകളിൽ. അതിലിനി 19 വർക്കാണ് നമുക്ക് ബാക്കി പൂർത്തീകരിക്കാനായിട്ടുള്ളത്. ആമഴിഞ്ചാൻ തോടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മെയ് മാസം ആദ്യത്തോടു കൂടിയാണ് അവിടെയുള്ള
വർക്ക് നമ്മൾ ആരംഭിച്ചത്. അതിനകത്ത് മാലിന്യം നീക്കുന്നതിനോടൊപ്പം തന്നെ ഡീസ്ലിറ്റിംഗ് പ്രവൃത്തികളും കൂടെ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ കരിങ്കൽ ഭിത്തി പൊളിച്ച് ബാർജർ അവിടെ ഇറക്കി അതിൻ്റെ മുകളിൽ ഹിറ്റാച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. 950 m³ മണ്ണ് നമ്മൾ ഈ ഒരു 3 വീക്സിനുള്ളിൽ നമ്മൾ അവിടുന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പം ആ നീക്കം ചെയ്ത അത് പ്രവൃത്തി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഫേസിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഇത് കരിങ്കൽ ഭിത്തി കെട്ടി അത് അടയ്ക്കാനുള്ളൊരു സമയം നമുക്ക് കിട്ടിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സമയം നോക്കി മഴ പെയ്തു. ആ സമയം നോക്കി മഴ പെയ്തു. അപ്പോൾ എന്തായാലും നമ്മളത് ഇന്നലെ ഉച്ചയോടുകൂടി കോർപ്പറേഷൻ ആ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ അടച്ചു കംപ്ലീറ്റ്. ഇന്നലെ ഉച്ചയോടുകൂടി നമ്മളത് അടച്ചിട്ടുണ്ട്. അത് അതെ. നമുക്ക് പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനം കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പം എങ്ങനെ ഈ തോടുകളിൽ ഇത്തരത്തിലുള്ള ഈ അളവിൽ മാലിന്യം എത്തുന്നു എന്നുള്ളതാണ്, അത് പരിഹരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിൽ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം എന്നുള്ളൊരു നിലയ്ക്ക് കോർപ്പറേഷന് പറയാനുള്ളത്. അതിൽ ഇപ്പോഴും നമുക്ക് ഒരുപാട് ഗ്യാപ്പുകൾ നമുക്കുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ ഈ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നതും അതേപോലെ തന്നെ അത് ട്രീറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളും, അതായത് അതിൻ്റെ ഡിസ്പോസൽ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് സെഗ്രിഗേറ്റ് ചെയ്യുക എന്നുള്ളതും അതേപോലെ തന്നെ റിജക്റ്റഡ് മാലിന്യം സിമെൻറ്റ് ഫാക്ടറികളിലേക്ക് പോവുക എന്നുള്ളതുമാണ് അതിൻ്റെ പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. അപ്പോൾ 100% ഡോർ ടു ഡോർ കളക്ഷൻ നമുക്ക് വരണം. അതോടൊപ്പം തന്നെ ആ കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങൾ ഒരു 150 ടണ്ണോളം നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് നമുക്ക് ഒരു ദിവസം ഉണ്ടാവുന്നുണ്ട്. അത് കൊണ്ടുപോയി വെച്ച് സെഗ്രിഗേറ്റ് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള ഫെസിലിറ്റീസും കൂടെ നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ട്, പക്ഷേ ഈ പറഞ്ഞതുപോലെ 100% ട്രീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നമുക്കില്ല. അപ്പോൾ അത് നമ്മൾ ആക്കി വരുന്നുണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ ഒരു 1 ഇയറിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ചില സ്ഥലങ്ങൾ, ഇപ്പം നമ്മൾ ആമയിഴഞ്ചാൻ തോടിൽ നിന്ന് എടുത്തിരുന്ന ഈ പ്ലാസ്റ്റിക് ഫിഷർ എന്ന് പറഞ്ഞ കമ്പനിയാണ് അവിടുന്ന് ട്രാഷ് ബൂം വെച്ചിട്ട് അവിടുന്ന് മാലിന്യം എടുത്തിരുന്നത്. അതുപോലെ ജെൻ റോബോട്ടിക്സിൻ്റെ ആ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ആമയിഴഞ്ചാൻ തോടിൻ്റെ ആ ഭാഗത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടുന്ന് നമ്മൾ 65 ലോഡ് മാലിന്യം നമ്മൾ അവിടുന്ന് എടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട്. പക്ഷേ ഇത് നമ്മൾ കൊണ്ടുപോയിരുന്നത് വള്ളക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ നമ്മുടെ MRFലാണ് കൊണ്ടുപോയിരുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ ഇത് വന്നതിന് ശേഷം, നേരത്തെ അവിടുത്തെ MRF ആയിരുന്നു കോർപ്പറേഷൻ്റെ, പക്ഷേ അത് അവിടെ പ്രാദേശികമായിട്ട് പ്രക്ഷോഭം ഉണ്ടായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ സമ്മതിക്കുന്നില്ല. മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റി സെൻറ്റർ. അപ്പോൾ അത് അവിടെ കൊണ്ടുപോകാനായിട്ട് അവിടെ പ്രാദേശികമായിട്ടുള്ള എതിർപ്പുണ്ട്. മേയർ കൗൺസിലറുമായിട്ട് ബന്ധപ്പെട്ട് മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ എപ്പോഴാണ് ഒരു എതിർപ്പ് വരിക എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇതൊരു എല്ലാവരുടെയും കൂടെ ഒരു ഇൻ്റർവെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇത് പ്രോപ്പറായിട്ട് നമ്മൾ കളക്ട് ചെയ്താൽ മാത്രം പോരാ, ഇത് പ്രോപ്പറായിട്ട് ഇത് എത്തിക്കുന്നതിനുള്ള ഒരു സ്ഥലം കൂടെ നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കോർപ്പറേഷന് 21 MCFകളാണ് ഇപ്പോൾ ഉള്ളത്. അതുകൂടാതെ വലിയ RRFകളും നമുക്കുണ്ട്. പക്ഷേ ഇത് റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി സെൻറ്റർ, അതാണ് RRF. നമ്മൾ ഇതിൽ നിന്നും നല്ല റിസോഴ്സസിനെ റിക്കവർ ചെയ്യുന്നത്, ഈ മാലിന്യത്തിൽ നിന്നും നമുക്ക് റീസൈക്കിൾ ചെയ്യാവുന്ന റിസോഴ്സസിനെ റിക്കവർ ചെയ്യുന്ന സെൻറ്റേഴ്സാണ്. അത് നമുക്ക് ഇപ്പോൾ നിലവിൽ 6 എണ്ണം ഉണ്ട്. അത് നമുക്കുള്ളത് മുട്ടത്തറയുണ്ട്, കല്ലടി മുഖത്തുണ്ട്, അതേപോലെ തന്നെ മണക്കാടുണ്ട്, പിന്നെ വള്ളക്കടവ് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഈ എക്സിസ്റ്റിംഗ് അല്ലാതെ വേറെ ഒന്നും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് മെഡിക്കൽ കോളേജ് ഭാഗത്ത് നമുക്കുണ്ട്. അവിടെയൊക്കെ ഈ സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ടോ? സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ വേസ്റ്റുകൾ. അത് വീടുകളിൽ നിന്നും കളക്ട് ചെയ്യുന്ന വേസ്റ്റുകളാണ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിൽ 20% നമുക്ക് വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ 2-3 നമ്മൾ കളക്ടറും ഞാനും കൂടെ വരാം, പോയിട്ട് ഒന്ന് നോക്കി പോലീസിൻ്റെയും കൂടെ സഹായം വേണ്ടി വരും. അവിടെ പോയി നമുക്ക് ഒരു ഈവനിങ്ങിലോ അല്ലെങ്കിൽ ഏർലി മോർണിംഗിലോ let us see what has been happening. Yes sir, and also the concern areas where we know that waste dumping happens, adu okay sir, avade okay that will be helpful, because as I understand this is one of the main reasons nammal oru pravashyamada cleaning cheyu, പക്ഷേ പിറ്റേ ദിവസം തന്നെ അവിടെ ഇത്രയും പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ പിന്നീട് കളക്ട് ആവുന്നുണ്ട്. പാർവതി പുത്തനാറും നിങ്ങളുടെ കയ്യിൽ തന്നെ അല്ലേ? ഇൻലാൻഡ്, അത് ഇൻലാൻഡാണ്, സോറി. അതിലേക്ക് വരാം. പിന്നെ ഇത് കഴിഞ്ഞോ? So just last this thing, Vinny, now that the drainages etc. have been cleaned by you, are there any important works or further cleanings that are pending at your level, or with respect to monsoon preparation your work is done? വാർഡുകളിലുള്ള വർക്കുകൾ ഈ പറഞ്ഞ 19 വർക്കുകൾ ഒഴികെ ബാക്കി വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആണ്. ബാക്കി എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
അതായത് നമ്മുടെ മെയിൻ ചെറിയ ചെറിയ ഡ്രെയിനുകളും കോർപ്പറേഷൻ റോഡുകളുടെ സൈഡിൽ വരുന്ന ഓടകളുമാണ് പ്രധാനമായിട്ടും കോർപ്പറേഷൻ്റെ ഉള്ളത്. മെയിനായിട്ടുള്ള വർക്കുകൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇനി ഇത് കൂടാതെ വാർഡുകളിൽ വരുന്ന ഈ മരങ്ങൾ വെട്ടാനുണ്ടാകും ഡേഞ്ചറസ് ആയി നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ തന്നെ നമ്മൾ എക്വിപ്പ് ചെയ്ത് അവർക്ക് നേരത്തെ നമ്മൾ പൈസ അഡ്വാൻസ് കൊടുത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അപ്പോൾ തന്നെ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതും നമ്മൾ ഒരു സർക്കിളിന് 50,000 രൂപ വെച്ച് അതും നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാൻ ഫണ്ട് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ അതോ? ഇല്ല, പ്ലാൻ ഫണ്ട് അല്ല, നമ്മൾ ഓൺ ഫണ്ട് തന്നെയാണ് വെക്കാറുള്ളത്. പ്ലാൻ ഫണ്ട് നമുക്ക് വേണമെങ്കിൽ വെക്കാം, പക്ഷേ പ്ലാൻ ഫണ്ട് വെക്കുമ്പോൾ 60,000 രൂപ ഒരു വാർഡിന് നമുക്ക് വെക്കാനായിട്ട് പറ്റുമോ? അത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. 60,000 എൻ്റെ അറിവിൽ കോർപ്പറേഷൻ പ്ലാൻ ഫണ്ട് തിരിച്ചു കൊടുക്കില്ലേ? കഴിഞ്ഞ പ്രാവശ്യം എത്ര ഉണ്ടായിരുന്നു? ഇല്ല, തിരിച്ചു കൊടുക്കലല്ല, തിരിച്ചു കൊടുക്കാൻ ഇവിടുന്ന് കിട്ടിയാലേ തിരിച്ചു കൊടുക്കുന്നത്, നമ്മൾ ചെലവാക്കുന്നില്ല. അല്ലെ, നമുക്ക് മൂന്നാമത്തെ ഗഡു കിട്ടിയിട്ടില്ല സാർ, മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് കിട്ടിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം. അത് നന്നായി. അല്ല, അതിന് മുമ്പൊക്കെ 45% ആണ് നിങ്ങളുടെ? അല്ല, അതിന്റെ മുന്നത്തെ പ്രാവശ്യം 80-something% ഉണ്ട്. യെസ്, എന്തായാലും പ്ലാൻ ഫണ്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു ഡിസിഷൻ ഹയർ ലെവലിൽ വരണം. അതായത് ഈ തോടുകളുടെ പുനർനിർമ്മാണം ഉണ്ടല്ലോ, ഇവർ പറഞ്ഞ പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിന് തിരുവനന്തപുരം കോർപ്പറേഷൻ തരുന്ന പ്ലാൻ ഫണ്ടിൻ്റെ ഒരു ഗണ്യമായ ഭാഗം ചെലവഴിക്കാൻ നിങ്ങൾക്കിപ്പോൾ പറ്റില്ല, കാരണം നിങ്ങൾക്ക് അതിന് പെർമിഷൻ ഇല്ല. അപ്പോൾ അത് പ്ലാനിംഗ് ബോർഡുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ഒരു പൈസ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ എത്രയാണ് ടോട്ടൽ പ്ലാൻ ഫണ്ട് ഈ വർഷം? ആനുവൽ പ്ലാൻ ഫണ്ട് വരുന്നത് 180 crores വരുന്നുണ്ട്, പ്ലാൻ ഫണ്ട് മാത്രം. എല്ലാം കൂടെ കൂട്ടിയിട്ട് 350 crores. ജനറൽ പർപ്പസ് ജനറൽ വരുന്നത് 184 crores വരുന്നുണ്ട്. ഇറ്റ് ഇസ് നോട്ട് സ്മോൾ എമൗണ്ട്. അത് വരുന്നുണ്ട്. പിന്നെ മെയിൻ്റനൻസ് ഗ്രാൻഡ് വരുന്നില്ലേ? മെയിൻ്റനൻസ് വരുന്നുണ്ട്. അതിന് നോൺ റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ് എത്രയുണ്ട്? അത് 25 crores ഉണ്ട്. 25 crores ഉണ്ട്. മനസ്സിലായോ? പൈസ ഉണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് ഈ ചുമരിൽ പെയിൻ്റ് അടിക്കലൊക്കെ കുറച്ച് നിർത്തിയിട്ട് നമുക്കിതൊന്ന് ശരിയാക്കാം. അപ്പോൾ അതൊന്ന് മാഡം ഒന്ന് DPCയിൽ യു ആർ റണ്ണിങ് ദ DPC. Is it happening properly? DPC happens, sir. There are certain issues also, but yeah, majority of the works happen, sir. Majority of the works happen. DPCയിലും കൂടി ഇരുന്നിട്ട് ആ പൈസ നോൺ റോഡ് മെയിൻ്റനൻസ് ഫണ്ട്, ജനറൽ ഫണ്ട്, ജനറൽ പർപ്പസ് ഫണ്ട് എത്രയുണ്ട്? ജനറൽ പർപ്പസ് ഫണ്ട് ടോട്ടൽ എനിക്കറിയില്ല സാർ, പക്ഷെ നമ്മളിപ്പോൾ അത് ഉപയോഗിക്കുന്നത് പെൻഷൻ കൊടുക്കാനും എഞ്ചിനീയേഴ്സിൻ്റെ സാലറി. അല്ല, അത് നാച്ചുറലി അത് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. യു നോ ദ കോംപ്ലക്സിറ്റി ഓഫ് ദറ്റ് ഫണ്ടിങ്. You learn it. Okay. A very interesting thing. Government of Kerala is giving, എല്ലാവരും മനസ്സിലാക്കാൻ പറയാണ്, 9.25% of its state's own revenue to the LST, all LSTs. It is divided into general purpose fund, maintenance fund. Maintenance fund is divided into road, non-road. This is the tax devolution. Yes. The other thing is plan. Plan is 25% of the total plan. And according to the Appendix 4, you are reading Appendix 4 properly. Appendix 4, each and every local government is mentioned in Appendix 4. Right from Manjeshwar to Parashala. Then Trivandrum, this much amount goes to Development Fund. Development Fund includes General Development Fund, SC, ST, 3 funds. Everything is written. Okay, so utilize this 2 things: non-road development, non-road maintenance, and general purpose. As you said, you have your own commitments. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ ഈ പറയുന്ന പോലെ ഒരു 100 കോടി രൂപയ്ക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. അത് നമുക്ക് കളക്ടർ, മേയർ, ഇപ്പോൾ ഞാനും കൂടെ ഉത്തരവാദിത്തപ്പെട്ടല്ലോ, 3 ആളും കൂടി ഇരിക്കാം, വിത്ത് സെക്രട്ടറി ആൻഡ് വിത്ത് അവർ പാരഫെർനാലിയ വന്നിട്ട് പോലീസ് ഓഫീസർമാർ എന്തായാലും ബുദ്ധിമുട്ടുണ്ടാകും. റേസിങ് മണി, യു ഹാവ് മണി ഇൻ ട്രിവാൻഡ്രം സിറ്റി.
ദെൻ സെക്കൻഡ്, നമുക്ക് ഈ CSR ഫണ്ടുകൾ, ഇപ്പോൾ ഈ പരാതി പറയുന്ന ആളുകളെല്ലാം ഉണ്ടല്ലോ, IT ഇങ്ങനെയുള്ള, അതതിൻ്റെ വേറൊരു പോർഷനാണ്. നമ്മളിത് നന്നായി ചെയ്യാൻ പുറപ്പെട്ടാൽ അപ്പോൾ ആളുകൾ ഒന്ന് കൂടെ ചെയ്യും. പിന്നെ അനന്ത എന്നൊരു പ്രോജക്റ്റ്, ഓപ്പറേഷൻ, അതെ അതെ, അത് ഒന്ന് മാന്തി എടുക്കണം. അത് ഓക്കെ. അപ്പോൾ ഈ വിഷയം ആയില്ലേ? ഇനി സി റോഷൻ, ഇന്ന് ഇവർ തന്നെയാണ് മെയിനായിട്ടുള്ള ആളുകൾ. സാറേ, സി റോഷനായിട്ട് ബന്ധപ്പെട്ട് ഈ കണ്ണന്തുറ ഭാഗത്തോട്ട് ജിയോ ബാഗ് അടുക്കുന്നവർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്ര ജിയോ ബാഗ് കിട്ടി സാർ? അത് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുകയാണ്. കോൺട്രാക്ടർ ഇന്ന് പ്രൊക്യൂർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഇന്റർഫേസുകളിലൊക്കെ അപ്പോൾ ഓൾറെഡി ഇപ്പോൾ അവരുടെ ഒരു 700 സംതിങ് ഉണ്ട്. ബാക്കി പിന്നെ മീറ്റിംഗ് ബി വെരി ക്ലിയർ. 100, 150, 2000 ലൈക്ക് ദാറ്റ്. ഓക്കെ സാർ. അപ്പോൾ ഇന്ന് രാവിലെ വർക്ക് രാവിലെ തന്നെ ടെൻഡർ ചെയ്ത് കൊടുത്തേ ഉള്ളൂ കോൺട്രാക്ടർ. ഇപ്പോൾ ഒന്നും ഇല്ല എന്നല്ലേ എൻ്റെ അർത്ഥം. ഓക്കെ സാർ. സ്റ്റാർട്ട് ചെയ്തു. വെരി സ്പെസിഫിക്. ഓക്കെ സാർ. We have been discussing this issue for the last 1 week. Still your department is not clear. Are you clear? Tell me. സാർ, രാവിലെ ഞങ്ങൾ അവിടെ സൈറ്റിൽ പോയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് വന്നത്. വലിയതുറ ശംഖുമുഖത്തിൻ്റെ നോർത്ത് സൈഡിൽ, വെട്ടുകാട്ടിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്തില്ല. ആദ്യം നമ്മൾ കൊട്ടേഷൻ ബേസിലാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് കൊട്ടേഷൻ ബേസിൽ ഇപ്പം ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം അതിൻ്റെ ജിയോ ബാഗ്സ് എല്ലാം അറേഞ്ച്ഡ് ആണ്. അപ്പോൾ നാളെ മുതൽ മെഷീനറി കഴിഞ്ഞിട്ട് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും. ജിയോ ബാഗ്സ് 700 ജിയോ ബാഗ് അവരുടെ കയ്യിലുണ്ട്. ബാക്കി 1500 നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എത്ര എണ്ണം കിട്ടി? 700 ഉണ്ട്. 700 + 1500 അറേഞ്ച്ഡ് ആണ്. 2200. ഓക്കെ, അത് അറേഞ്ച്ഡ് ആണ്. 2000 എന്നാണ് എൻ്റെ കണക്ക്. അതെ അതെ, അതിൽ കൂടുതൽ അറേഞ്ച്ഡ് ആണ്. ഹോംവർക്ക് ചെയ്തിട്ടാണ് പറഞ്ഞത്. അതെ. ക്ലേ കിട്ടി. പക്ഷെ നമുക്കത് അവൈലബിൾ ആണ് സാർ. അത് എവിടെ അവൈലബിൾ ആണ്? ഈ ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലെയിം ലിമിറ്റഡ് അല്ല, അവിടെ പോയാൽ മതി. അത് ഓക്കെ ആണോ സാർ? നമ്മൾ കൊട്ടേഷൻ ചെയ്യാനുള്ള കാരണവും ഇപ്പോൾ കുറച്ച് അവൈലബിൾ ആയിട്ട് സീസാൻഡ് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഷോർട്ടേജ് വരുമ്പോൾ സീസാൻഡ് നിറയ്ക്കാൻ പാടുണ്ടോ സാർ? എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കാം. സാർ, നമ്മളിപ്പോൾ 3 years ആയിട്ട് 5 yearsൽ കൂടുതൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം അവിടെ ഉണ്ട്. നമ്മൾ ചെയ്തത് ഹെവി സി അറ്റാക്ക് വരുമ്പോൾ അടിച്ചു പോവും, അല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ കിടക്കും. ഈ ക്ലേ ആണ് നല്ലത്. അങ്ങനെയില്ല സാർ. നമുക്ക് മിക്കവാറും നല്ല സി അറ്റാക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ വർക്ക് അറേഞ്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ സാൻഡ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് സാൻഡ് ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ സാൻഡ് നമുക്ക് അവൈലബിൾ അല്ലാത്തത് കാരണം ഇത് വേസ്റ്റ് സാൻഡ്, ക്ലേ അല്ല, ഇത് വേസ്റ്റ് സാൻഡാണ്. അതായത് ക്ലേയിൽ നിന്ന് അതിലുള്ള ക്ലേ എടുത്തതിന് ശേഷം വരുന്ന സാൻഡാണ്. അപ്പോൾ അത് അവൈലബിൾ സോയിൽ. അപ്പോൾ അതുകൊണ്ട് ഓക്കെ, അത് വേസ്റ്റ് സാൻഡ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതെ, അവർ പറയുന്നത്. That's a technical word. Okay, right. അപ്പോൾ എന്തായാലും ഇത് നിറയ്ക്കാനുള്ള സംവിധാനം ഉണ്ട്. അതെ അതെ, സ്റ്റാർട്ട് ചെയ്തു. നിറയ്ക്കണമെങ്കിൽ മെഷീൻ വേണമെന്ന് പറയുന്നു. അതിപ്പം പുതിയ ടെക്നോളജി. നമ്മൾ ഒരു JCB ഹിറ്റാച്ചി മെഷീൻ്റെ ആമിൽ ഒരു ബക്കറ്റ് വെച്ചിട്ട് അത് വെച്ച് ഫില്ല് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിടും. അത് എളുപ്പം ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് മാനുവലായിട്ട് ആൾക്കാർ വെച്ച് ചെയ്യുക. ഇപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് മാനുവലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. നാളെ മുതൽ മെഷീനറി അറേഞ്ച് ചെയ്യും. അപ്പോൾ അത് ബക്കറ്റായി മെഷീനറിക്കായോ? മെഷീനറി അറേഞ്ച്ഡ് ആണ് സാർ. നാളെ സ്റ്റിച്ച് അതെല്ലാം ഉണ്ട്. ഓക്കെ. ഭീമാപ്പള്ളി ആൻഡ് പൂന്തുറ അവിടെ നമ്മൾ ഇപ്പോൾ വർക്ക് പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഉണ്ടല്ലോ, പൂന്തുറയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കൗൺസിലർ അവിടെ സുധിമോൾ. അതാണ് സാർ, നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഭാഗത്താണ് സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി നമ്മളവിടെ പൂന്തുറ അവിടെ ഹെവി സി അറ്റാക്കാണ് സാർ വരുന്നത്. അവിടെ ജിയോ ബാഗ് കൊണ്ടിട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അവിടെ വീട് പോയാൽ പോയി എന്നാ പറഞ്ഞു കേട്ടോ കളക്ടർ. ഒരാളുടെ വീട് പോയാൽ ഗോൺ ഫോർ എവർ. സാർ, ഇത് ശരിക്കൊരു പകുതി എമൗണ്ടെങ്കിലും കല്ല് വെച്ചിട്ടുള്ള വർക്ക് ചെയ്താലേ നമുക്ക് അവിടെ കുറച്ചെങ്കിലും നിൽക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഹാഫ് എമൗണ്ട് അങ്ങനെ തരണം. ചെയ്യുന്നത് വെട്ടുകാടും വലിയ തുറയാണ് ഇപ്പോൾ സ്റ്റാർട്ട്. ശംഖുമുഖം വലിയ തുറയിൽ ശരിക്കും ഇതെല്ലാം പെട്ടു. അതെ, വലിയ തുറ വാർഡിലാണ് വരുന്നത്. അതെ, വലിയ തുറ വാർഡ് നമ്മുടെ ഷിബ പാട്രിക്. അതെ, രാവിലെ കൗൺസിലർ വന്നിരുന്നു. ഓക്കെ, അത്രയല്ലേ ഉള്ളൂ. സാജു, അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ ആഡ് ചെയ്യാൻ? ഈ ഓൺലി
വലിയ പ്രശ്നമാണ്. Right, sir. So this was only regarding like Shangumugam and nearby area. നമുക്ക് southern portionൽ കൂടിയുണ്ട്. സാർ അതാണ് നമ്മളവിടെ ജിയോബാഗ് ട്രൈ ചെയ്ത് നോക്കാം. കാരണം സക്സസ് റേറ്റ് കുറവായിരിക്കും. അവിടെ സി അറ്റാക്ക് കുറച്ചുകൂടെ കൂടുതലാണ്. സദേൺ സൈഡിൽ വരുമ്പോൾ സി അറ്റാക്ക് കൂടുതലാണ്. ടുവേർഡ്സ് നോർത്ത് വരുമ്പോൾ അല്പം ഇൻറ്റൻസിറ്റി കുറഞ്ഞിരിക്കും. അപ്പോൾ നോർത്തേൺ സൈഡിലാണ് ജിയോബാഗ്സ് എല്ലാം സ്യൂട്ടബിൾ. സദേൺ സൈഡിലോട്ട് പോകുമ്പോൾ കല്ല് വെച്ചിട്ട് തന്നെ നമ്മൾ ശരി. അപ്പോൾ നിങ്ങൾ സി ബാഗ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞങ്ങൾ ചെയ്യാം സാർ. ഓക്കെ റൈറ്റ്. And wherever you require more, like you were telling me 4 lakhs okay കൊണ്ട് പറ്റത്തില്ല. Wherever you require more, അതിൻ്റെയും പ്രപ്പോസൽ കൃത്യമായിട്ട് കൊടുക്കണം, so that it can be sought from the government. അപ്പോൾ അത് പുൾ അപ്പ് ദ സോക്സ് ഇച്ചിരി സ്ലഗിഷാണ്. ഇല്ല സാർ ചെയ്യാം. കഴിഞ്ഞു. ഇല്ല നാവിഗേഷൻ. എന്താ പേര്? അശ്വതി. യതി AHC. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്. യെസ് കം ഓൺ. സാർ, നമ്മുടെ ട്രിവാൻഡ്രം സിറ്റീനെ കണക്ട് ചെയ്തിട്ട് പാർവതി പുത്തനാറിൻ്റെ മൂന്നാറ്റുമുക്ക് മുതൽ ആക്കുളം വരെയുള്ള 11 കിലോമീറ്ററാണ് പോകുന്നത്. 11 കിലോമീറ്റർ. എവിടെ തൊട്ട്? മൂന്നാറ്റുമുക്കും കരമനയാറിൻ്റെ ആ ഭാഗം മുതൽ ആക്കുളം വരെയുള്ള ഭാഗം. അതിൽ ഞങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുത്തി, ഫണ്ട് ഉൾപ്പെടുത്തി വർക്ക് ചെയ്ത് മൺസൂൺ മുമ്പേ ക്ലീനിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പം വെള്ളം ഒഴുകുന്നതിന് തടസ്സമൊന്നുമില്ല. ഈ മൺസൂണിൽ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്തിട്ടുണ്ട്. സാർ, ഞങ്ങൾ ക്ലീൻ ചെയ്തെങ്കിലും ഭയങ്കരമായിട്ട് സ്ലോട്ടർ വേസ്റ്റും ഇപ്പം അതിലോട്ട് വരുന്നതാണ് തെക്കിനിക്കര കനാൽ, കരിയിൽ തോട്. ഇതിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന വേസ്റ്റ് കൊണ്ട് ഗാർഹിക മാലിന്യങ്ങൾ, അതിനേക്കാൾ ഉപരിയായിട്ട് സ്ലോട്ടർ വേസ്റ്റ് ഭയങ്കരമായിട്ട് ഡംപിങ് നടക്കുന്നുണ്ട്. കൂടാതെ ഈ ആക്കുളം ഭാഗത്ത് റെയിൽവേയുടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. അതിനൊരു ബണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നോട്ടീസ് കൊടുത്തു, മേഡത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലൊരു ഹെവി റെയിൻ വരുവാണെങ്കിൽ വെള്ളം ഒഴുക്കിന് കുറച്ച് തടസ്സം വരും. റെയിൽവേക്ക് ഞങ്ങൾ കത്തൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. ഒരു പകുതിയോളം ഫുൾ ബണ്ട് ഇട്ടിട്ടുണ്ട്. ബാക്കി ഭാഗത്ത് തെങ്ങും കുറ്റി അടിച്ച് വെച്ചേക്കോ. അപ്പം നിങ്ങളിപ്പോൾ ഇത് ക്ലീൻ ചെയ്തു എന്നാണോ പറയണേ? സാർ, ക്ലീൻ ചെയ്തോ? ക്ലീനിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് മൂന്നാറ്റുമുക്ക് മുതൽ ആക്കുളം. പക്ഷേ മൂന്നാറ്റുമുക്ക് ഭാഗത്ത് വീണ്ടും കഴിഞ്ഞ ഓഗസ്റ്റിലാണ് വർക്ക് കംപ്ലീറ്റ് ആയത്. മൂന്നാറ്റുമുക്ക് ഭാഗം ആഗസ്റ്റില്, കഴിഞ്ഞ ഓഗസ്റ്റിൽ. അതിനുശേഷം ഇപ്പോഴും വേസ്റ്റ് നല്ലപോലെ കഴിഞ്ഞ ആഴ്ചയാണ്. അല്ല, ബാക്കി കഴിഞ്ഞ ഓഗസ്റ്റിൽ ചെയ്ത കാര്യമാണോ മാഡം? അല്ല സാറ്, ഇടയാറ് വരെ ഓഗസ്റ്റിലാണ്. അതിനുശേഷം ഇടയാറ് മുതൽ ആക്കുളം വരെ ഫെബ്രുവരിയിലാണ് കംപ്ലീറ്റ് ചെയ്തത്. 6 വർക്കുകൾ 2 വർക്കായിട്ട് അറേഞ്ച് ചെയ്ത 2 പാർട്ട്. ഞാനിപ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നല്ലോ. അതെ സാർ. അപ്പോൾ ഏപ്രിലായിരുന്നു സ്ഥാനാർത്ഥി പര്യടനമൊക്കെ. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലമൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് എല്ലാ ന്യൂക്ക് ആൻഡ് കോർണറും പോയത്. വളരെ ശോചനീയമാണ്. അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണെന്നല്ല. അവിടെ ആളുകൾ വേസ്റ്റ് കൊണ്ടുവന്നിടുന്നു. വേസ്റ്റ് പറക്കാൻ പോയ ആളുകൾ അവിടെ അവരുടെ ഡംപിങ് പോയിൻ്റായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ പാർവതി പുത്തനാറിനായാലും കനാലുകൾക്കായാലും ജനറലി ഇരിക്കും, ഇതിനൊരു ഇൻസ്പെക്ഷൻ വിങ് ഒന്നും ഇല്ല അല്ലേ? That would be coming under like sir corporation HIs etc. They would be there. They would be taking care of the waste dumping in the public places including the stream areas. ഇൻസ്പെക്ഷനോട് സംഗതി ഇല്ല. ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്. അപ്പം ഈ സ്ലോട്ടർ യൂണിറ്റ് അപ്പോൾ സുരക്ഷയോടെ ഇരിക്കുക, ആരോഗ്യം കാത്തു സൂക്ഷിക്കുക, മറ്റ് അപകടങ്ങളിലൊന്നും വീഴാതെ നമ്മുടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും എന്നതിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ മാലിന്യം വലിച്ചെറിയാതിരിക്കുക. നമ്മൾ മാലിന്യം വലിച്ചെറിയും എന്നല്ല ഉദ്ദേശിച്ചത്. അതുകൊണ്ട് മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടാൽ അവർ ഉപദേശിക്കുക, കർശന നടപടി സ്വീകരിക്കുമെന്നതിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ നല്ലൊരു നമുക്കൊരു പ്രകൃതി നമ്മുടെ സംസ്ഥാനം നമ്മൾ കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. പരിസരം, ഈ പറയുന്ന വീടുകളിലെ മാലിന്യമൊക്കെ അതിൻ്റേതായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മാത്രമല്ല ഈ റോഡിൽ വക്കിൽ ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളൊക്കെ മുറിച്ചു കൊടുത്ത് മറ്റു അപകടങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ട് മുട്ടേണ്ടതുണ്ട്. അതുവരെ ഗുഡ് ലക്ക്.